നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ബിസിനസ് ഓണർക്ക് അയാളുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. മെയിനായിട്ട് 7 കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതേമാതിരി ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ബിസിനസ്സിനെയും ആരാണോ ബിസിനസ് ഓണറേയും അവരെ സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ രണ്ടാളുകളാണ്. ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, മറ്റേത് ശരിക്കുള്ള റിയൽ പേഴ്സണാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ടായി കാണുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പേ യുവർ സെൽഫ് ഫസ്റ്റ്. ബിസിനസ് ഓണർ ബിസിനസ്സിൽ നിന്ന് സാലറി എടുത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നവരോ അതേമാതിരി തന്നെ ബിസിനസ് ഓണറും അദ്ദേഹത്തിനുള്ള ഒരു സാലറി ഫിക്സ് ചെയ്യുകയും മറ്റുള്ള എംപ്ലോയീസിൻ്റെ സാലറി എടുക്കുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സാലറി എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും ഒരു സാധാരണ ഒരു റെഗുലറായിട്ട് ഇൻകം കിട്ടുന്ന ആളുകൾ എങ്ങനെയാണോ അവരുടെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അതേമാതിരി തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വേണം. ഓരോ ഗോൾ അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയേണ്ടത്. ഇനി നാലാമതായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ബിസിനസ്സിൻ്റെയും പേഴ്സണൽ എക്സ്പെൻസും മിക്സ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ മിക്കപ്പോഴും ഉള്ള ഒരു പ്രവണതയാണ്, ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടി പോകുന്ന ട്രാവലും കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഫിനാൻസിൽ നിന്ന് നമ്മുടെ സ്വന്തം പണത്തിൽ നിന്ന് എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. അതേമാതിരി തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി വരുന്ന ഓരോ എക്സ്പെൻസും ബിസിനസ്സിൻ്റെ എക്സ്പെൻസുമായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രവണത സാധാരണ ബിസിനസ്സുകാർക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അത് ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും പേഴ്സണലായിട്ടുള്ള എക്സ്പെൻസിനും ബിസിനസ്സിനായിട്ടുള്ള എക്സ്പെൻസിനും സെപ്പറേറ്റ് അക്കൗണ്ട് ക്ലിയറായിട്ട് കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി അഞ്ചാമതായിട്ട് പറയേണ്ട കാര്യം വെച്ചാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇൻകം എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഇൻകത്തിൽ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ട ബിസിനസ്സിൽ നിന്നും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാര്യം. ഒരിക്കലും ആ ബിസിനസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകരുത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റെൻ്റൽ ഇൻകം വരുത്തിയെടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡിവിഡൻഡ് കിട്ടുന്ന സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതേമാതിരി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻകം റെഗുലറായിട്ട് ബിസിനസ്സിനേക്കാളും ഉപരിയായിട്ട് ഇൻകം കിട്ടുന്നൊരു അവസ്ഥ ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ആറാമതായിട്ട് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. കാരണം ബിസിനസ്സിന് എപ്പോഴും ഇൻകം കുറയാം. അപ്പോൾ ബിസിനസ്സിന് അഡീഷണൽ ഫണ്ട് വേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരും. ഇങ്ങനെ വേണ്ടി വരുമ്പോൾ മിക്ക ബിസിനസ്സുകാരും ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ഫിനാൻസിൽ നിന്ന് ആ തുക കണ്ടെത്തുകയും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി മിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. ഒരിക്കലും ബിസിനസ് ഓണറെ ഡിപ്പെൻഡ് ചെയ്യരുത്. ബിസിനസ്സിൻ്റേതായ ഒരു എക്സ്ട്രാ എമർജൻസി ഫണ്ടും ഉണ്ടായിരിക്കണം. ഇൻ കേസ് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് തന്നെ അത് കണ്ടെത്താൻ പറ്റണം. അതേമാതിരി തന്നെ ഇനി ബിസിനസ്സിന് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ബിസിനസ്സിൽ നിന്ന് തന്നെയുള്ള അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇനി അതല്ല ബിസിനസ് ഓണറിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ക്യാപിറ്റലായിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും മിക്സ് ചെയ്യരുത്. അപ്പോൾ ബിസിനസ്സിനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വേണം. മാസത്തിൽ റെഗുലറായിട്ട് നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന മാതിരി തന്നെ ബിസിനസ്സിന് വേണ്ടി ബിസിനസ്സിൻ്റെ പേരിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു കുറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലായ SIP പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ കുറി എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ബിസിനസ്സിന് കുറി ചിലപ്പോൾ നന്നാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ അഡീഷണൽ ഫണ്ട് വല്ലപ്പോഴും വേണ്ട സമയത്താണെങ്കിൽ കുറി വിളിച്ചെടുക്കാനും ഒരു അഡീഷണൽ ലോണിന് പോകാതെ തന്നെ കുറിയിൽ നിന്നൊരു ബൾക്കായിട്ടുള്ള എമൗണ്ട് അറേഞ്ച് ചെയ്യാനായിട്ടും ബിസിനസ്സുകാർക്ക് പറ്റും. ഇതാണ് ആറാമത്തെ കാര്യം. ഇനി ഏഴാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സൂക്ഷിക്കുക. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സിനായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ ബിസിനസ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഭാവിയിൽ വല്ല ലോണിന് പോകണം, ഇനി അതല്ല ഭാവിയിൽ വേറൊരു ഇൻവെസ്റ്ററെ കൊണ്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ
ബുക്സ് ഓഫ് റെക്കോർഡ്സും സ്റ്റാറ്റ്യൂട്ടറി ഫയലിംഗ് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത് വളരെയധികം ഉപകരിക്കും. നമ്മൾ ഒരു കമ്പനിയുടെ വാല്യുവേഷൻ വെറുതെ പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എത്രയാണ് വാല്യുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തുകയുമായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് വളരെ ഹാപ്പി ആയിട്ട് ഒരു ട്രാൻസ്പെറൻ്റായ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടാകും, ബാങ്കായാലും അതല്ലെങ്കിൽ ഇനി മറ്റുള്ള ഇൻവെസ്റ്ററെ കൊണ്ടുവരികയാണെങ്കിലും. ഇതാണ് പ്രധാനമായിട്ട് 7 കാര്യങ്ങൾ ഒരു ബിസിനസ് ഓണർ അവരുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ഒട്ടുമിക്ക ബിസിനസ്സുകാരും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഇത് പ്രത്യേകിച്ചും പറയാൻ കാരണം ഇപ്പോൾ അടുത്ത് വന്ന കുറേ കോളുകൾ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മിക്ക ബിസിനസ്സുകാർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപരമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കമൻറ്റ് കോളത്തിൽ പറയുക. അതേമാതിരി തന്നെ ബിസിനസ്സുകാർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല അടുത്ത സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നമ്മളതിനുള്ള വേണ്ട ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. താങ്ക് യു സോ മച്ച്.